ദൈവം നൽകിയ നിയോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച അനീഷ് പാസ്റ്ററോടും ചുമതലപ്പെട്ടവരോടും എനിക്ക് നന്ദി സ്നേഹമുണ്ട്. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് 119 സങ്കീർത്തനം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. Psalm 119 verses 17 through 24 ഞാൻ വായിക്കുന്നു. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫലസിക്കുന്നു. നിന്നയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാർ ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. പ്രിയപ്പെട്ട കർത്താവും ദൈവമേ, ഷിക്കാഗോ പ്രേരണനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ അഭിഷേകർക്കായി സ്തോത്രം. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആത്മാവിന്റെ സന്ദേശം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ കേൾക്കുന്ന സന്ദേശങ്ങൾ, വചനത്തിന്റെ സന്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമായ രൂപാന്തരം ഭവിക്കും. ശുശ്രൂഷയിലുടനീളം അങ്ങ് മഹത്വമെടുക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതായ സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. സങ്കീർത്തന പുസ്തകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ചാപ്റ്റർ, 176 വാക്യങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് 119 സങ്കീർത്തനം. സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ സ്പോണ്ടേനിയസ് എക്സ്പ്രഷനാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായി വായിക്കുന്ന പോലെ ദൈവത്തോടുള്ള നന്ദിയും സ്തുതിയും സ്തോത്രവും ഒക്കെ ഔട്ട്ഫ്ലോ ചെയ്യുന്നതായ ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. 119 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത, അത് ന്യായപ്രമാണത്തിന്റെ സങ്കീർത്തനം, സാം ഓഫ് ദ ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഹോവയുടെ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകതകൾ, അതിന്റെ നിസ്തുലത, അത് ഏതൊക്കെ തലങ്ങളിലാണ് നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ വെല്ലുവിളികൾ, ന്യായപ്രമാണത്തിന്റെ അർത്ഥതലങ്ങൾ, ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തലങ്ങളെ പറ്റിയാണ് സങ്കീർത്തനം 119 പ്രതിപാദിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കാമെങ്കിൽ മറ്റു സങ്കീർത്തനങ്ങൾ വ്യത്യസ്തമായി പാരഗ്രാഫ്സ്, ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 22 യൂണിറ്റ്, ഒരു യൂണിറ്റിൽ 8 വാക്യമാണ്. അങ്ങനെ 8 × 22 176 വാക്യങ്ങൾ. 176 വാക്യങ്ങൾ വായിക്കാമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തെ സൂചിപ്പിക്കാൻ, ന്യായപ്രമാണത്തിന്റെ വ്യത്യസ്ത സൂചിപ്പിക്കാനുള്ള ഇന്റർചേഞ്ചബിൾ വേർഡ്സ്, ന്യായപ്രമാണം എന്ന അർത്ഥം വരുന്ന പല വാക്കുകളാണ് മാറി മാറി ഉപയോഗിക്കുന്നത് ഓരോ ഖണ്ഡത്തിലും, ഓരോ യൂണിറ്റിലും. നമ്മളിന്ന് ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ടെക്സ്റ്റ് 17 മുതൽ 24 വരെയുള്ള ഭാഗം. ആ ഭാഗത്തെ അടിസ്ഥാനമാക്കി ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങൾ, 8 വാക്യമാണ്, 8 കാര്യങ്ങൾ ദിവസത്തിലേക്ക് കൊണ്ടുവരിക. വളരെ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കാം. ന്യായപ്രമാണ സംബന്ധമായ 8 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്നാമത്തെ വിഷയം 17-ാമത്തെ വാക്യമാണ്. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. സങ്കീർത്തന പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന എബ്രായ ഭാഷയാണ്, നമുക്കറിയാം. എബ്രായ ഭാഷയുടെ പ്രത്യേകത പ്രിൻസിപ്പിൾ ഓഫ് പാരലലിസം, മലയാളത്തിൽ സമാന്തരത്വത്തിന്റെ തത്വം. ഒരു സെന്റൻസിന്റെ ഒന്നാമത്തെ ഭാഗത്ത് എന്ത് പറയുന്നു, അതിന്റെ എംബസിസ് ആണ്, അതിന്റെ ശക്തീകരണമാണ് 2-ാം ഭാഗത്ത്. സങ്കീർത്തനം 119 വായിക്കുമ്പോൾ മിക്കവാറും എല്ലാ വാക്യങ്ങളും ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം പറയുന്ന കാര്യത്തിന്റെ ശക്തീകരണമായിട്ടാണ് 2-ാമത്തെ കാര്യം. 17-ാം വാക്യം ശ്രദ്ധിച്ച്, ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. അപ്പൊ ഇതൊരു അനുസ്മരണമാണ്, റിമംബറൻസ് ആണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിന്റെ നന്മയുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ. 8 വിഷയമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ വിഷയം മോട്ടിവേഷൻ, സങ്കീർത്തനക്കാരന്റെ ലക്ഷ്യബോധം, മോട്ടിവേഷൻ. സങ്കീർത്തനക്കാരൻ തന്റെ ജീവിതത്തിന്റെ വഴിയിൽ മനസ്സിലാക്കിയ വലിയൊരു സത്യം, ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ നന്മ ആവശ്യമാണ്. ദ ഗുഡ്നസ് ഓഫ് ഗോഡ്.
ഈസ് എസെൻഷ്യൽ ഇന്നവിറ്റബിൾ ഫോർ ലൈഫ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നന്മയുടെ ആവിഷ്കാരമായിട്ട് ജീവിതം മാറണം. ദൈവം കനിഞ്ഞില്ലെങ്കിൽ ജീവിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ കൃപയില്ലാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല. അത് വലിയ സത്യമാണ്. അതാണ് സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കിയ ഒന്നാമത്തെ. അതാണ് സങ്കീർത്തനക്കാരന്റെ മോട്ടിവേഷൻ. അതിനോട് ചേർന്ന് പറയുന്നത് എന്നാൽ ഞാൻ നിന്റെ വചനം കാണിക്കും. ഇതാണ് വളരെ പ്രസക്തമായ ചിന്ത. ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ ഒരു ആയുസ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ദുഷ്ടമായ കാര്യമാണ് ദൈവത്തിന്റെ വചനം പ്രമാണിക്കും. വചനം അനുസരിച്ച് 12 മണിക്കൂർ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കോപിക്കാതെയും പിണങ്ങാതെയും ക്ഷമിക്കാതെയും സഹിക്കാതെയൊക്കെ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ ഹിമാലയം നമുക്ക് കീഴടക്കാം, പക്ഷെങ്കിൽ വചനം പ്രമാണിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പറയുന്നു വചനം പ്രമാണിക്കാൻ ആയുസ്. ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ, ദൈവത്തിന്റെ വചനം അനുഷ്ഠിക്കാൻ, ദൈവത്തിന്റെ ആവിഷ്കരിക്കാൻ, ദൈവത്തിന്റെ വചനം ജീവിതത്തിലേക്ക് ആദേശം ചെയ്യുവാൻ, സംശീകരിക്കാൻ ഒരു ആയുസ്. നമ്മുടെ വിഷയം ന്യായപ്രമാണമാണ്. ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട സങ്കീർത്തനക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 8 ചിന്തകളാണ്. നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മുടെ തോട്ട് പാറ്റേൺസിലൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇത് നാം ശ്രദ്ധിക്കുന്നു. നമുക്ക് ആയുസിനെ പറ്റി പല സങ്കല്പമുണ്ട്, ആയുസിനെ പറ്റി പല ലക്ഷ്യമുണ്ട്. ഇപ്പൊ സങ്കീർത്തനക്കാരൻ ആരാണെന്ന് നമുക്കറിയില്ല, അനോണിമസ് ആണ്. സങ്കീർത്തനക്കാരൻ വ്യത്യസ്തനായി ചെയ്യുന്ന ഒന്നാമത്തെ മേഖല റിഗാർഡിങ് ഹിസ് മോട്ടിവേഷൻ, ഹിസ് അംബിഷൻസ്. തന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തനാണ്. ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ ഒരു ആയുസ്. വേദോത്സവം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ സ്വയം സമർപ്പിക്കപ്പെട്ട സകല വ്യക്തികളെ പറ്റി പഠിക്കുമ്പോൾ they are the people who paid the price. വചനം അനുസരിക്കുന്നതിന്റെ മുഴുവൻ വില അവർ കൊടുക്കേണ്ടി വന്നു. റൈറ്റ് ഫ്രം എബ്രഹാം ടു ജോൺ ദ അപ്പോസ്റ്റൽ. അബ്രഹാം മുതൽ യോഹന്നാൻ അപ്പോസ്റ്റലിനെ പറ്റി പഠിക്കുമ്പോൾ അവരൊക്കെ വില കൊടുത്ത് ശുശ്രൂഷ ചെയ്തവരാണ്. അബ്രഹാമിന് കാണപ്പെടുന്ന സകല നന്മകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. കാണപ്പെടാത്ത വാഗ്ദത്തം പ്രാപിക്കാൻ കാണപ്പെടുന്ന തനിക്ക് സ്വന്തമായിരുന്ന അവകാശമായിരുന്നതിനെ മുഴുവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. മോശയെ പറ്റി പഠിക്കുമ്പോൾ തനിക്ക് ലഭിക്കാമായിരുന്ന സകല പദവികളും സകല നന്മകളും സകല അധികാരങ്ങൾ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ദൈവജനത്തോട് ചേർന്ന് കഷ്ടം അനുഭവിക്കുന്നത്. ജോസഫിനെ പറ്റി നാം വായിക്കുമ്പോൾ 13 വർഷങ്ങൾ, നീണ്ട പലായനത്തിന്റെ 13 വർഷങ്ങൾ, വേദനയുടെ വർഷങ്ങൾ, സഹനത്തിന്റെ വർഷങ്ങൾ, തകർച്ചയുടെ വർഷങ്ങൾ, അടിമത്തത്തിന്റെ വർഷങ്ങൾ, ജയിലിലെ വർഷങ്ങൾ, അതിനുശേഷമാണ് ഒരു നന്മയിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസിന്റെ പർപ്പസ് എന്താണ്? വൈ ദിസ് ലൈഫ് ഈസ് ഫോർ. എന്തിനു വേണ്ടിയാണ് ഈ ആയുസ്? വചനം പ്രമാണിക്കാൻ ഒരു ആയുസ്, വചനം നിവർത്തിക്കാൻ ഒരു ആയുസ്. വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ നമ്മളെ ഭരിക്കട്ടെ. ഒന്നാമത്തെ മോട്ടിവേഷൻ, എന്റെ ജീവിതത്തിൽ നിന്റെ വചനം നിവർത്തിക്കണം. വചനം നിവർത്തിക്കപ്പെടേണ്ടതിന് ആവശ്യമായ സകല മാറ്റങ്ങളും വരുത്താൻ ഞാൻ തയ്യാറാണ്. വചനം നിവർത്തിക്കപ്പെടാൻ ആവശ്യപ്പെടുന്ന എസൻഷ്യലായ ഇന്നോവേറ്റബിളായ സകല മാറ്റങ്ങൾക്കും പരിവർത്തനം ഞാൻ വിധേയനാണെന്ന് നമ്മെ തന്നെ ഏൽപ്പിച്ചുള്ളൂ. 2, 18ാമത്തെ വാക്യം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. 1, മോട്ടിവേഷൻ ഓഫ് ദ സാമിസ്. 2, ദ അംബിഷൻ ഓഫ് ദ സാമിസ്. സങ്കീർത്തനക്കാരന്റെ ആഗ്രഹം. സങ്കീർത്തനക്കാരൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് തന്റെ ആഗ്രഹങ്ങളുടെ പേരിലാണ്. ആർക്കുമില്ലാത്ത ആഗ്രഹം, ആരും പ്രകടിപ്പിക്കാത്ത ആഗ്രഹം, വളരെ തന്നെ അനന്തരസ്ഥാനനാകുന്ന ആഗ്രഹം. എന്താണ് പറയുന്നത്? നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ ദ മിസ്റ്ററീസ് ദാറ്റ് ആർ ഹിഡൻ, ഗുപ്ത നിധികളാണ്. വയലിൽ മറഞ്ഞു കിടക്കുന്ന നിധി പോലെ വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന നിധികൾ, വചനത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാനായിട്ട് എന്താണ് പറയുന്നത്? കണ്ണുകൾ, ആത്മദൃഷ്ടികൾ പ്രകാശിക്കപ്പെടണം. ഇതുവരെ കാണുന്ന ലോകരാഗങ്ങൾ കാണാനായിട്ടല്ല, പുതിയ പുതിയ സൈറ്റ്സുകൾ സന്ദർശിക്കാനായിട്ടല്ല, പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ടല്ല, തന്നിതുവരെ കാണാത്ത കാഴ്ചകൾക്ക് വേണ്ടി, വിസ്മയ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള അർപ്പണമല്ല. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ ഒറ്റ ആഗ്രഹം ഇതിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ വിശദീകരിക്കപ്പെടുന്ന, ദൈവത്തിന്റെ വചനത്തിൽ വിവരിക്കപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കാനായിട്ട് ഒരാവിഷ്കാരം. അത് വളരെ സത്യമാണ്. എന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എന്റെ കണ്ണുകളെ തുറക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹം എങ്ങനെയിരിക്കുന്നു? സങ്കീർത്തനം 27 നാം വായിക്കുമ്പോൾ, ഒരു കാര്യം തന്നെ ഞാൻ അപേക്ഷിച്ചു, അതിനെ ഞാൻ ആഗ്രഹിക്കുന്നു. അപേക്ഷയും ആഗ്രഹവും ഒന്നായി തീരുക. സങ്കീർത്തനക്കാരന്റെ അപേക്ഷ യഹോവയുടെ മനോഹരത്വം, ആലയത്തിലെ മനോഹരത്വം കാണുക. സങ്കീർത്തനക്കാരന്റെ ആഗ്രഹം വ്യത്യസ്തമാണ്, അത് തന്നെയാണ് ആഗ്രഹം.
ജീവിതം അർത്ഥപൂർണമായി തീരുന്ന, ജീവിതം വിജയിക്കുന്ന ആഗ്രഹവും അപേക്ഷയും ഒന്നായി തീരണം. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അപേക്ഷ ഒന്ന്, ആഗ്രഹം മറ്റൊന്ന്, രണ്ടും ഒന്നായി തീരുന്ന ദ ഫ്യൂഷൻ ഓഫ് ദ റിക്വസ്റ്റ് ആസ് വെൽ ആസ് ദ ഡിസയർ. ആഗ്രഹവും അഭിലാഷവും ഒന്നായിത്തീരുന്ന, അപേക്ഷയെ ഒന്നായിത്തീരുന്ന ഒരു എക്സ്പീരിയൻസിലാണ് ദൈവത്തിന്റെ മനോഹരത്വം കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തന്നെ അംബീഷൻസിന്റെ പേരിൽ, ആഗ്രഹങ്ങളുടെ പേരിൽ സങ്കീർത്തനക്കാരൻ വ്യത്യസ്തനാണ്. മൂന്നാമത് നോക്കി 19ാമത്തെ വാക്യം, ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. സങ്കീർത്തനക്കാരന്റെ മൂന്നാമത്തെ പ്രത്യേകത റിയലൈസേഷൻ, ചില പുതിയ മനസ്സിലാക്കലുകൾ, തിരിച്ചറിവുകൾ. അറിവുമുണ്ട്, തിരിച്ചറിവുമുണ്ട്. സങ്കീർത്തനക്കാരന്റെ അറിവിനെ പറ്റിയല്ല, സങ്കീർത്തനക്കാരന്റെ തിരിച്ചറിവുകളെ പറ്റിയാണ്. എന്താ തിരിച്ചറിഞ്ഞ കാര്യം? എന്താ? ഒന്ന്, ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, അതുകൊണ്ട് നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. ലോകത്തിലൊരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കണ്ടെത്തലാണ് ഐ ആം ആൻ ഏലിയൻ പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഞാൻ ഈ ഭൂമിയിൽ അന്യനും പരദേശിയുമാണെന്നുള്ള ചിന്ത. ഇന്ന് പല വിശ്വാസികളുടെയും വിശ്വാസവീരന്മാരുടെയും ജീവിതം കണ്ടാൽ ഈ കർത്താവ് രണ്ടാമത് വന്നാൽ പോലും, ഉൽപ്രാവണം സംഭവിച്ചാൽ പോലും വിട്ടുപോകാനായിട്ട് താല്പര്യമില്ല. ഈ ഭൂമിയോട് പറ്റിച്ചേരുന്ന അനുഭവമാണ്. ഭൂമിക്ക് വേണ്ടി ആയുസ്സിനെ പണയപ്പെടുത്തുന്നു, ഭൂമിയുടെ നേട്ടങ്ങൾക്ക് വേണ്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഭൂമിയിൽ പരദേശിയാണെന്ന് പറയുമ്പോൾ ഈ ദേശം സ്വന്തമല്ല. മറ്റൊരു ദേശത്തിന്റെ വക്താവായി, വേറൊരു രാജ്യത്തിന്റെ പൗരനായിട്ട് ഇവിടെ താമസിക്കുന്നു. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിസ എടുത്ത് പോകുന്നു, പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് പോകുന്നു. വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, പഴയ നിയമത്തിലെ ചിന്താധാരയിൽ നിത്യതയെ പറ്റി ഒരു സങ്കല്പം, കർത്താവ് ഒരുക്കുന്ന നിത്യതയെ പറ്റി, മറ്റൊരു ദേശത്തെ പറ്റിയുള്ള സങ്കല്പം സങ്കീർത്തനക്കാരൻ എത്രമാത്രം ഭരിച്ചു എന്നുള്ള ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഭൂമിയുടെ ഭാഗമല്ല. നമുക്ക് ജീവിക്കാൻ ദൈവം നൽകിയതായ സ്ഥലമാണ് ഭൂമി. പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയുടെ സ്വന്തമല്ലെന്നും, നമ്മുടെ ദേശം മറ്റൊരു ദേശമാണെന്നും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നൊക്കെ വിശ്വസിക്കാൻ, പൗരസ്ത്യ ഭാഷ പറഞ്ഞാൽ മറ്റൊരു പൗരത്വത്തെ പറ്റിയുള്ള ചിന്ത, മറ്റൊരു ദേശത്തെ പറ്റിയുള്ള ചിന്ത, മറ്റൊരു വാസത്തെ പറ്റിയുള്ള ചിന്ത, മറ്റൊരു ധന്യതയെ പറ്റിയുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. സങ്കീർത്തനക്കാരൻ തിരിച്ചറിഞ്ഞ മൂന്നാമത്തെ കാര്യം, ഈ ഭൂമിയിൽ പരദേശി, അന്യനാകുന്നു, പരദേശിയാകുന്നു. ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് പുലർത്താതെ നമുക്ക് ദൈവത്തിന്റെ നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അവിടെ എന്താണ് പറയുന്നത്? നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. ഈ തിരിച്ചറിവിന് സഹായിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ വചനമാണ് തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നത്. നിത്യതയെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ വചനമായതുകൊണ്ട് അതെനിക്ക് മറച്ചു വെക്കരുതെന്നാണ് സങ്കീർത്തനക്കാരൻ പറയാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന നിത്യസങ്കല്പങ്ങൾ, ദൈവരാജ്യ സങ്കല്പങ്ങളെ വെളിപ്പെടുത്തണമെന്ന് നമുക്ക് എത്രമാത്രം നമ്മുടെ അനുദിന പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു? പ്രസക്തമായ ചോദ്യമാണ്. നാലാമത്തെ ചിന്ത വളരെ ശ്രദ്ധേയമാണ്. 20ാമത്തെ വാക്യം, നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. ന്യായപ്രമാണത്തെ സൂചിപ്പിക്കാൻ ഈ ഗീമൽ എന്ന് പറയുന്ന ആ യൂണിറ്റിൽ, അത് ഞാൻ പറയാൻ വിട്ടുപോയി, 22 യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. 22 യൂണിറ്റിന് ഹെഡിങ്സ് ഉണ്ട്, തലക്കെട്ടുണ്ട്. അതെല്ലാം എബ്രായ ഭാഷയിലെ ആൽഫബറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ABCD തൊട്ട് XYZ വരെ ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്ന പോലെ എബ്രായ ഭാഷയിലെ അക്ഷരങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 22 അക്ഷരങ്ങൾ. എബ്രായ ഭാഷയിൽ 22 ആൽഫബറ്റ്സ് ആണ്. അതാണ് ഗീമൽ എന്ന് പറയുന്ന ഒരു അക്ഷരം, ആൽഫബറ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യം, എന്റെ ചിന്തയിൽ ഏറ്റവും ശ്രദ്ധേയമായ വാക്യം 20ാമത്തെ വാക്യമാണ്. അത് ഞാൻ വ്യാഖ്യാനിക്കട്ടെ. ബർഡൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഭാരം. സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിന്റെ ഭാരം, ആത്മഭാരം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയാണ്. നോക്കിയാണ് രണ്ട്. ഒന്നതാണ് നിന്റെ വിധികൾക്കായുള്ള നിത്യമായ വാഞ്ച. ന്യായപ്രമാണത്തെ സൂചിപ്പിക്കാൻ ഈ ഗീമൽ യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഒന്ന് ന്യായപ്രമാണം, 2 കൽപ്പനകൾ, 3 വിധികൾ, പിന്നെന്താണ് സാക്ഷ്യങ്ങൾ, പിന്നെന്താണ് ചട്ടങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ്. 4, 5, 6 വാക്കുകളാണ് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ 22 യൂണിറ്റ് വായിച്ചാലും ന്യായപ്രമാണത്തെ സൂചിപ്പിക്കാൻ ഇന്റർചേഞ്ചബിൾ ആയി ഒന്നിനു പകരം മറ്റൊന്നായി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിന്റെ അർത്ഥം ഒന്ന് തന്നെ, ഏകദേശം ഒന്ന് തന്നെയാണ് ന്യായപ്രമാണം. അതിന്റെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ടെന്ന് മാത്രം. ഇവിടെ നോക്കിയേ, നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച. ഞായറാഴ്ച പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാഞ്ചയെ പറ്റിയല്ല, ഉപവാസ പ്രാർത്ഥനയിൽ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഗ്രഹത്തെ പറ്റിയല്ല, പേഴ്സണൽ ഡിവോഷനിൽ ഉണ്ടാകുന്ന ഒരു ആത്മീയ താല്പര്യത്തെ പറ്റിയല്ല. നിത്യവാഞ്ച എന്ന് പറഞ്ഞാൽ ദ പെരണിയൽ ഡിസയർ എന്ന ഇംഗ്ലീഷിൽ, ദ പെരണിയൽ ഡിസയർ. കുറച്ചുകൂടെ വിശദമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വേണ്ടി,
ന്യായപ്രമാണത്തിലാണല്ലോ ദൈവത്തിന്റെ വിധികൾ, ദൈവത്തിന്റെ കൽപ്പനകൾ വെളിപ്പെടും. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വേണ്ടിയുള്ള മലയാളത്തിൽ ഉത്കടമായ അഭിവാഞ്ച, അദമ്യമായ അഭിനിവേശം, ഇൻഡമിറ്റബിൾ ലോങ്ങിങ്, ആർക്കും വളരാൻ സാധിക്കാത്ത, ആർക്കും കെടുത്തിക്കളയാൻ സാധിക്കാത്ത, ആർക്കും തകർക്കാൻ സാധിക്കാത്ത ഒരു വാഞ്ചയെ പറ്റി, ഒരു പെരണിയൽ ഡിസയറിനെ പറ്റിയാണ് പറയാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തോടുള്ള അമിതമായ അദമ്യമായ പ്രതിബദ്ധത, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള ഉടാത്ത ദാഹം, അടങ്ങാത്ത ദാഹം, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മളെ ലഭിക്കുന്ന വാക്യമാണ്. ആരാധനയ്ക്ക് പോകുമ്പോൾ വചനിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതല്ല. ഹീസ് ഹോണ്ടഡ്, വേട്ടയാടപ്പെടുക. ഹീസ് ഹോണ്ടഡ് ബൈ ദ ഇൻഡമിറ്റബിൾ ഡിസയർ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. നോക്കിയേ, മനസ്സ് തകർന്നിരിക്കുന്നു. മൈ ഹാർട്ട് ഈസ് ഡിസ്റ്റർബ്ഡ്, മൈ മൈൻഡ് ഈസ് ഡിസ്റ്റർബ്ഡ്. അപ്പൊ സങ്കീർത്തനക്കാരന്റെ മനസ്സ് തകരാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ വില പറ്റിയുള്ള ചിന്തയാ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പറ്റിയുള്ള ചിന്തയാ. എന്ന് പറഞ്ഞാൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. എന്നെക്കാൾ പ്രിയപ്പെട്ടവര്, നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ ധ്യാനം, ദൈവത്തിന്റെ വായന എത്രമാത്രം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ കുറേ ഭഞ്ജിക്കുന്നുണ്ട്. ആത്മാക്കളെ പറ്റിയുള്ള ഭാരം, നിത്യതയെ പറ്റിയുള്ള ചിന്തകൾ, ദൈവരാജ്യത്തെ പറ്റിയും ദൈവത്തിന്റെ വചനത്തെ പറ്റിയുള്ള ചിന്തകൾ എത്രമാത്രം നമ്മുടെ കംഫർട്ട് സോൺസിനെ ഭേദിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ചില അസ്വസ്ഥതകൾ ബോധപൂർവം സ്വയം ഭരിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചില കഷ്ടതകൾ സഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കാനൊക്കെ എത്രമാത്രം അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ സങ്കീർത്തനക്കാരന്റെ ബേർഡൻ ഓഫ് ദ ഹാർട്ട് എന്താണ്? ദൈവത്തിന്റെ വിധികൾക്ക് വേണ്ടിയുള്ള വാഞ്ച, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയുള്ള വാഞ്ച. അത് മനസ്സ് തകർന്നു. 21ാമത്തെ വാക്യത്തിൽ നമുക്ക് 5ാമത്തെ കാര്യം കാണാൻ സാധിക്കും. അതാണ് ദ ഡിസേൺമെന്റ് ഓഫ് ദ സാമിസ്റ്റ്. സങ്കീർത്തനക്കാരന്റെ വിവേചനം. വിവേചനം എന്നൊരു പ്രത്യേക വരമാണ്, സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. നോക്കിയേ, എന്താണ് വിവേചനപരം? നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫൽസിക്കുന്നു. ഈസ് എ മാൻ ഓഫ് ഡിസേൺമെന്റ്. അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ വഴിയിൽ, വിശ്വാസത്തിന്റെ വഴിയിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പനകളെ ഉപേക്ഷിക്കുന്നത്, those who renounce, those who denounce the statutes of word, വചനത്തിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവർ അവരാരായിട്ട് പറഞ്ഞു? they themselves become cursed. അതാണ് അതിന്റെ അർത്ഥം. അവർ വചനത്തെ ഉപേക്ഷിക്കുന്ന മൂലം അവർ സ്വയം ശപിക്കപ്പെടുകയാണ്. ദൈവം ശപിക്കുകയല്ല, they themselves become cursed. അവർ തന്നെ ശാപം ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഫൽസിക്കുന്നു. You don't inspire them, you don't encourage them. അതായത് അങ്ങനെയുള്ളവരെ ദൈവം നിരസിക്കുന്നു, ദൈവം ഫൽസിക്കുന്നു, ദൈവം ശാസിക്കുന്നു, ദൈവം തർജ്ജനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കമ്മ്യൂണിറ്റി ആയിട്ട് അവർ മാറും. ദൈവത്തിന്റെ ഇഷ്ടത്തെ നിരസിക്കുന്നവർ, ദൈവത്തിന്റെ ഹിതത്തെ നിരസിക്കുന്നവർ, ദൈവത്തിന്റെ പദ്ധതിയെ നിരസിക്കുന്നവരെ ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ടു നടക്കുന്നവർ സ്വയം ശാപത്തിലേക്ക് വഴി മാറുന്നു, അവർ ശാപത്തിന് അർഹരായിത്തീരുന്നു, നിത്യതയിൽ നിന്ന് വഴി മാറുന്നു. രണ്ട്, അങ്ങനെയുള്ളവരുടെ ദൈവത്തിന് സാഹിത്യമില്ല. ദൈവരെ റിബ്യൂക്ക് ചെയ്യും, ദൈവരെ ശാസിക്കുന്നു, ദൈവരെ ഫൽസിക്കുന്നതാണ് എന്റെ അർത്ഥം. അടുത്തത് നോക്കി, 22ാമത്തെ വാക്യത്തിൽ, നിന്നയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. 6ാമത്തെ കാര്യമാണ് ദ കൺവിക്ഷൻ ഓഫ് ദ സാമിസ്റ്റ്. 6ാമത്തെ ശ്രദ്ധിക്കണം, കൺവിക്ഷൻ. സങ്കീർത്തനക്കാരന്റെ ഉൾബോധ്യങ്ങൾ എന്താണ്? നിന്നയും അപമാനവും എന്നോട് അകറ്റണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അതായത് വചനത്തിന് വേണ്ടി നിന്നുകൊണ്ട്, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, വചനം ധ്യാനിക്കാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, വചനം പഠിക്കാനും വ്യാഖ്യാനം ഒരു ആയുസ്സിനെ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച കോൺസിക്വൻഷ്യൽ റിസൾട്ട് നോക്കി. ഒന്ന്, നിന്നയും അപമാനം, ദ കണ്ടംപ്റ്റ്. അദ്ദേഹം നിന്ദിക്കപ്പെട്ടു, അദ്ദേഹം അപമാനിക്കപ്പെട്ടു. ദ ഹ്യൂമിലിയേഷൻ ആൻഡ് ദ കണ്ടംപ്റ്റ്. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വീകരണമല്ല, തിരസ്കരണമാണ്. ദ എക്സ്പീരിയൻസ് ഓഫ് റിജക്ഷൻ, ദ എക്സ്പീരിയൻസ് ഓഫ് റിനൗൺസ്മെന്റ് ആണ്, ഡിനൗൺസ്മെന്റ് ആണ്. നമ്മളെ നിരസിക്കപ്പെടുകയാണ്, നമ്മൾ അപമാനിക്കപ്പെടുകയാണ്, അവമതിക്കപ്പെടുകയാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ടല്ല, സമൃദ്ധിയിൽ നിന്ന് സുഖത്തിലല്ല, വെച്ചകയറ്റത്തിലല്ല, നന്മയിൽ നിന്ന് നന്മയിലേക്ക്. എന്താണ്? നിന്നയിലേക്കും അപമാനത്തിലേക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട, വാട്ട് വാസ് ദ കോസ്? നിന്നയിലേക്കും അപമാനത്തിലേക്കും സങ്കീർത്തനക്കാരൻ നയിച്ച ഘടകം എന്തായിരുന്നു? ആക്ടർ എന്തായിരുന്നു? അവളുടെ സത്യമാണ്. അവിടെ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ നിന്റെ എന്ന് പറഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോൺസിക്വൻസസ്,
തന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ നിലപാടുകൾക്ക് അത് അതായത് വിശ്വാസത്തിന്റെ പ്രത്യേകതനുസരിച്ച് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും എന്ന് പറഞ്ഞാൽ കോൺസിക്വൻഷ്യൽ റിസൾട്ട്സ് ഒക്കെയാണ്. നിന്ന അപമാനം, ഒറ്റപ്പെടുത്തലാണ്. എങ്കിലും ഐ ഡിസൈഡ് ടു ഫോളോ യുവർ സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ സെറ്റ് ബാക്സ്, എന്റെ ജീവിത പ്രത്യാഘാതങ്ങൾ എനിക്ക് വിഷയമല്ല. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ദ സ്റ്റാറ്റ്യൂട്ട്സ്. ദൈവത്തിന്റെ ന്യായപ്രമാണം ധ്യാനിക്കാൻ, വചനം ധ്യാനിക്കാൻ ഞാൻ സമർപ്പിതനാണ്. അവർ പ്രത്യാഘാതങ്ങൾക്ക് അതീതമായി, അനന്തരഫലങ്ങൾക്ക് അതീതമായി ആഴമുള്ള കൺവിക്ഷനാണ്. ആർക്കും തടുക്കാൻ സാധിക്കാത്ത, ആർക്കും തകർക്കാൻ സാധിക്കാത്ത ഉൾബോധ്യങ്ങൾ, നിയോഗബോധ്യങ്ങൾ, വചനബോധ്യങ്ങൾ സങ്കീർത്തനക്കാരൻ പങ്കിടാൻ ശ്രമിക്കുക. അവസാനമായി 2 കാര്യങ്ങൾ. 7-ാമത്തെ നോക്കിയേ, 23-ാമത്തെ വാക്യം. പ്രഭുക്കന്മാരും ഇരുന്നെനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. 7-ാമത്തെ കാര്യം, ഡിറ്റർമിനേഷൻ ഓഫ് ദ സാംസ്. സങ്കീർത്തനക്കാരന്റെ നിർണയങ്ങൾ, തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 2 കാര്യം. ഒന്നായി, പ്രഭുക്കന്മാര് ഇരുന്നെനിക്ക് വിരോധമായി സാക്ഷി. പ്രഭുക്കന്മാർ ദോസ് ഹു എക്സർസൈസ് അതോറിറ്റി, അധികാരം കൈയാളുന്നവർ, ദേശം ഭരിക്കുന്നവർ, രാജ്യം ഭരിക്കുന്നവർ, പ്രോവിൻസ് ഭരിക്കുന്നതാണ് അധികാരികളെ പറ്റി അവർ, അധികാരത്തിന്റെ സിമ്പിൾസ്. അപ്പോൾ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ, വചനത്തിന് വേണ്ടി നിന്നപ്പോൾ, പ്രമാണങ്ങൾക്ക് വേണ്ടി നിന്നപ്പോൾ ജനങ്ങളൊക്കെ എതിരായി, ദേശത്തിലെ പ്രമാണികളെതിരായി, അധികാരസ്ഥരെതിരായി. അതുപോലെ ദോസ് ഹു ടേൺഡ് അഗൈൻസ്റ്റ് മീ, എനിക്കെതിരായി തിരിഞ്ഞവർ എനിക്ക് വിരോധമായി സംസാരിക്കും. ഈ സങ്കീർത്തനത്തിൽ ധർമ്മസങ്കടമായി. He's in a real confusion. He's in a real conflict. How to move, how to proceed, how to overcome. ഇതാണ് വിഷയം. എന്നാൽ പറയുന്നു, എനിക്ക് വിരോധമായ എങ്കിലും അടിയുന്നതിന്റെ ചട്ടങ്ങൾ. എങ്കിലും എന്നുള്ള ഇംഗ്ലീഷിൽ ഡെസ്പൈറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസത്തിന്റെ പ്രത്യാഘാതങ്ങൾ, എന്റെ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ നെഗറ്റീവായിരുന്നു, ഡിസ്ട്രക്റ്റീവ് ആയിരുന്നു, കൺസ്ട്രക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെങ്കിൽ despite all the consequences, what does he say? I determine to follow your statutes. 7-ാമത്തെ കാര്യം, ഡിറ്റർമിനേഷൻ ഓഫ് ദ സാംസ്. സങ്കീർത്തനക്കാരന്റെ നിർണയമാണ്, തീരുമാനത്തിന്റെ നിർണയം. എന്താണ് നിർണയം? ഐ ആം ഗോയിങ് ടു ഫോളോ യുവർ സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കുന്നുള്ളല്ലേ, എനിക്ക് എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ വചനം ഞാൻ പ്രമാണിക്കും. പ്രസംഗിക്കുന്ന എന്റെയും കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവം, വി ആർ മോർ ഓർ ലെസ് കൺസേൺഡ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു അസ്. ഞാൻ അങ്ങനെ പ്രസംഗിച്ചാൽ, ഞാൻ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും, എന്റെ അവസ്ഥ എന്തായിത്തീരും, എന്റെ അനുഭവം എന്തായിത്തീരും. സോ വി ആർ മോർ ലെസ് കൺസേൺഡ് അബൌട്ട് അവർ കോൺസിക്വൻസ്. നമുക്ക് നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെ പറ്റിയാണ് നമ്മുടെ വിഷയം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്താണ്? എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ. 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, വാട്ട് വിൽ ഹാപ്പൻ ടു മീ, എനിക്കെന്ത് സംഭവിക്കും. മറ്റേത്, വാട്ട് ഷുഡ് ഹാപ്പൻ ത്രൂ മീ, എന്നിൽ കൂടെ എന്ത് സംഭവിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് 2-ാമത്തെ ചോദ്യം ചോദിച്ചവർ കൂടെയാണ്. എനിക്ക് എന്ത് സംഭവിക്കും ചോദിച്ചാൽ അവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. പക്ഷെ എന്നിൽ കൂടെ എന്ത് സംഭവിക്കണം, വാട്ട് ഷുഡ് ബി ഹാപ്പനിങ് ത്രൂ മീ, എന്നിൽ കൂടെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 27 വർഷം നീണ്ട പൗരോഹിത്യം. നിങ്ങൾക്കറിയാവുന്ന ഞാൻ മർത്തോമസിലെ പുരോഹിതനായിരുന്നു. 27 years. വചനത്തിന് ശക്തമായ നിർബന്ധം ഉണ്ടായപ്പോൾ, പരിശുദ്ധാത്മാവിന് ശക്തമായ നിർബന്ധം ഉണ്ടായപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. പൗരോഹിത്യത്തിന്റെ പടവുകളൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം വിശ്വാസത്തിന്റെ പാതയിലേക്ക് എടുത്തിയാടിയ വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതായ പാസ്റ്റർ അനീഷ് ജെ കരിങ്ങാട്ട് എനിക്ക് മുമ്പായിട്ട് സെമിനാരിൽ പഠിച്ച വ്യക്തിയാണ്. മർത്തമ വൈദ്യ സെമിനാരിൽ 4 വർഷം പഠനം കുറിച്ച് റാംപൂർ യൂണിവേഴ്സിറ്റി BD ഡിഗ്രി കരസ്ഥമാക്കി. അതിനുശേഷം പിന്നീട് വേറെ ധാരാളം ഡിഗ്രികൾ എടുത്തു. അദ്ദേഹം സെമിനാരിൽ ജോയിൻ ചെയ്ത വർഷമാണ് അദ്ദേഹം സെമിനാരിൽ പഠനം പൂർത്തീകരിച്ച വർഷമാണ് സെമിനാരിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ ബാംഗ്ലൂർ സെമിനാരിലേക്ക് പോയി. കുറച്ചു നാൾ 3 മാസം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നെ ബാംഗ്ലൂരിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഞങ്ങൾ രണ്ടുപേരും പൗരോഹിത്യത്തിന്റെയും പാരമ്പര്യത്തിന്റെയൊക്കെ വഴികൾ ഉപേക്ഷിക്കാൻ കാരണം സത്യത്തിന്റെ മാർഗം ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ന്യൂ ടെസ്റ്റ്മെന്റ് ശുശ്രൂഷ ഞങ്ങൾക്ക് ശക്തമായ വെല്ലുവിളിയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുന്നതിൽ കൂടെ മാത്രമേ എന്തെങ്കിലും നേടാൻ സാധിക്കത്തുള്ളൂ. അവസാനമായി 24-ാമത്തെ വാക്യം, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകും. 24-ാമത്തെ വാക്യത്തിൽ 8-ാമതായിട്ട് സങ്കീർത്തനക്കാരൻ പറയാൻ ശ്രമിക്കുന്നത് ദ പ്രയോറിറ്റി ഓഫ് ദ സാമിസ്റ്റ്. സങ്കീർത്തനക്കാരന്റെ മുൻഗണനാക്രമങ്ങൾ തിരുത്തി എഴുതപ്പെടുക. 2 കാര്യം പറഞ്ഞു. ഒന്ന്, നിന്റെ സാക്ഷ്യങ്ങൾ, യുവർ സ്റ്റാറ്റ്യൂസ് ഹാവ് ബിക്കം മൈ ഡിലൈറ്റ് ആൻഡ് മൈ കൗൺസിലേഴ്സ്. അതായത് ഒന്ന്,
സങ്കീർത്തനക്കാരന്റെ സന്തോഷത്തിന്റെ നിദാനം ദൈവത്തിന്റെ വചനമായിട്ട് മാറും. വളരെ സത്യമായ വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കൂടെ ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇത് നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം വാട്ട് ബിക്കംസ് അവർ സോഴ്സ് ഓഫ് ഡിലൈറ്റ്? നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു, ജീവിതത്തിന്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന ഫാക്ടർ എന്താ? ഭൗതികമായ നേട്ടങ്ങളാണോ, ഭൗതികമായ സാഹചര്യങ്ങളാണോ, ഫിസിക്കലായ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ആണോ, അതോ അതിനപ്പുറത്ത് എന്തെങ്കിലുമാണ്? As far as the psalm is concerned, സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ സാക്ഷി എന്റെ പ്രമോദം. Your statutes have become my delight, source of my delight. എന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കേന്ദ്രമായിട്ട് നിന്റെ വചനം മാറും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമായിട്ട് മാറും. ദൈവത്തിന്റെ വചനത്തിന്റെ ആചരണവും അനുസ്മരണവും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കണം, നമ്മുടെ ഉല്ലാസം വർദ്ധിപ്പിക്കണം, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണം. അതാണ് അതിന്റെ അർത്ഥം. ലാസ്റ്റ് നോക്കി, എന്റെ ആലോചനക്കാരാകും. The word becomes my counselor. അതായത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ആലോചന ആവശ്യമുള്ള മേഖലയാണ്. എന്റെ ജീവിതത്തിൽ ഒരു ആലോചന ആവശ്യമായി വരുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയം വരുമ്പോൾ, ഒരു തീരുമാനത്തിന്റെ സമയം വരുമ്പോൾ, യുവർ വേർഡ് ബിക്കംസ് മൈ സോഴ്സ് ഓഫ് കൗൺസിലിംഗ്. നിന്റെ വചനമാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത്. ശരിയായ പാത തിരഞ്ഞെടുക്കാൻ നിന്റെ വചനം എന്നെ ബലപ്പെടുത്തുന്നു, എന്നെ ശക്തീകരിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 119 സങ്കീർത്തനത്തിൽ നമ്മൾ ഇന്ന് വായിച്ചതായ ടെക്സ്റ്റിൽ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 8 തീരുമാനങ്ങൾ, നിർണയങ്ങൾ, ദ കാർഡിനൽ ഡിസിഷൻസ് ഓഫ് ദ സാമിസ്റ്റ്, ദ കാർഡിനൽ ഡിറ്റർമിനേഷൻസ് ഓഫ് ദ സാമിസ്റ്റ്, ദ കാർഡിനൽ കൺവിക്ഷൻസ്, സങ്കീർത്തനക്കാരന്റെ നിലപാടുകൾ, സങ്കീർത്തനക്കാരന്റെ ബോധ്യങ്ങൾ വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, നമ്മുടെ ബോധ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ നിർണയങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകളെ വിശദീകരിക്കുന്നത്. സങ്കീർണമായ ലോകത്തിൽ, സംഘടനാത്മകമായ ലോകത്തിൽ, പാറഞ്ഞ ലോകത്തിൽ, പിശാചിന്റെ സ്വാധീനം വളരെ ശക്തമായി നിഴലിക്കുന്ന ലോകത്തിൽ, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി, വിളിച്ചു വേർതിരിക്കപ്പെട്ട അനുഭവത്തിൽ, വിശുദ്ധിയുടെ അനുഭവത്തിൽ, വചനത്തിന്റെ ശുശ്രൂഷകരായി, വചനത്തിന്റെ വ്യാഖ്യാതാക്കളായി, വചനത്തിന്റെ ഉപാസകരായി ജീവിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.